വന്നേക്കാണ്. അതിനുവേണ്ടി ഞങ്ങൾ ടെറസിലേക്ക് വന്നേക്കാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? നല്ല അടിപൊളി ബീഫ് കൊണ്ടാട്ടം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് വേവിച്ചത്, വെളിച്ചെണ്ണ, സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇനി വേണ്ടത് എന്താണെന്ന് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, സവാള കൊത്തിയരിഞ്ഞത്, തക്കാളി, വറ്റൽ മുളക്, കൊണ്ടാട്ടം മുളക്, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ചൂടായ എണ്ണയ്ക്ക് കൊണ്ടാട്ടം മുളക് ഇട്ടെടുക്കാം. നന്നായി വറുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വറ്റൽ മുളകിട്ട് വറുത്തെടുക്കാം. വറുത്ത വറ്റൽ മുളകിനും കൊണ്ടാട്ട മുളകിനും പാതി പൊടിച്ചെടുക്കണം. ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ടെടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഒരു പിടി കറിവേപ്പില ഇട്ടെടുക്കാം. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്തെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ആയിട്ട് സവാളയിലേക്ക് ചേർത്ത് പച്ചമണം പോകുന്നവരെ വഴറ്റാം. പച്ചമുളകും ഇഞ്ചിയും വെള്ളുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഓരോന്നിട്ട് ചേർക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പൊടികൾ ഇട്ടെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണേ. ഈ ഡിഷിൽ കൂടുതലും വേണ്ടത് കൊണ്ടാട്ടം മുളകിൻ്റെ ടേസ്റ്റാണ്. കുരുമുളക് പൊടി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കും, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വരട്ടിയെടുത്താൽ മതി, വേവൊന്നും വേണ്ട. എല്ലാം കൂടി നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്തെടുക്കാം. ബീഫ് വേവിച്ചതിൽ ഉപ്പുണ്ട്, സോയാ സോസിലും ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഇടാൻ പോണേ. സോസുകളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഈ ഡിഷിന് നാടൻ ടേസ്റ്റാണ് കേട്ടോ. വേവിച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇനി 10 മിനിറ്റ് ചെറിയ തീയിൽ വറുത്തെടുക്കണം. സവാളയും ഇഞ്ചിയും വെള്ളുള്ളിയും സോസും മസാലയും ബീഫും എല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ആയി വരണം. ബീഫ് നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. വറുത്ത വറ്റൽ മുളകും കൊണ്ടാട്ട മുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ചേർത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി കുക്കിംഗ് ഒന്നുമില്ല, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ബീഫ് കൊണ്ടാട്ടം റെഡിയാവും.
അടിപൊളി ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.